രണ്ടുപേരെ കാണാത്ത ആ ആ വീടൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ കേട്ടോ. വരൂ വരൂ. ഞാനെന്താ കാണാൻ കരുതിയിട്ട് ഇങ്ങനെ വഴിയൊന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ലേ? കയറി വരൂ വരൂ. ശ്യാമളെ അവരെത്തി. ഇതാണ് കൊച്ചിന്റെ അമ്മ ശ്യാമള. ഇതാണ് ഇപ്പൊ കല്യാണച്ചക്ക്. ഇതാണ് ശീതളൻ എന്നാണ് പേര്. ശീതളൻ എന്റെ മരുമകനാണ്. ഓ അമ്മാവനാണ്. പെങ്ങളുടെ മകനാ. ഓ അപ്പൊ പെങ്ങളും ഭർത്താവൊക്കെ വളരെ ചെറുപ്പത്തിലേ മരിച്ചു. അല്ല അത് വിളിച്ചു പറഞ്ഞല്ലോ. പറഞ്ഞിരുന്നില്ല. അപ്പൊ എന്റെ കസ്റ്റഡിയിലാണ് ഇപ്പൊ കുറെ കാലമായിട്ട്. ഇപ്പൊ വീട്ടിലൊറ്റയ്ക്കാണ്. ഇപ്പൊ വീട്ടിലൊറ്റയ്ക്കാ. വലിയൊരു വീടുണ്ട്. പഴയ തറവാടാണ്. അതിപ്പോ ആദ്യമൊക്കെ അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടൊക്കെ ഒരു വലിയ ഒരു ഇതില്ലാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു. പിന്നെ ഞാൻ തന്നെ ആയിട്ട് അത് മുൻകൈ എടുത്ത് അത് കുറെ ഒക്കെ നന്നാക്കി. ഓ പിന്നെ ഇവന് കുറച്ച് പിന്നെ വരുമാനം കിട്ടണ പൈസ കളയില്ല. ഇല്ല. അപ്പൊ കല്യാണം പലതും നോക്കി. പക്ഷെ അതൊന്നും അങ്ങോട്ട് വേണ്ട രീതിയിൽ അങ്ങോട്ട് ആയി വന്നില്ല. ഒത്തു വന്നില്ല. എന്ത് ജോലി ഇപ്പൊ ചെയ്യണ? വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു തുണിക്കടയിലാ. തുണിക്കടയിലാണ് ജോലി. തുണിക്കടയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പൊ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം അവന്. പേരെന്താന്നാ പറഞ്ഞ മോന്റെ? പേര് ശീതളൻ. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊറേ ദൂരം ഉണ്ടോ? വീടിനടുത്താണോ? അത്ര അടുത്തല്ല. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അല്ല അതിപ്പോ അവൻ പറയുന്നതിന്റെ കുഴപ്പമാണ്. അത്ര ദൂരമില്ല. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. അല്ല നീ ചോദിച്ചോ? എന്താ? ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഒക്കെ ആവാട്ടോ. പിന്നെ ഇതിപ്പോ ചികിത്സിച്ചാ മാറില്ലേ? ഇതിനങ്ങനെ ഒരു ചികിത്സ ഒന്നുമില്ല. ചെറുപ്പത്തിലൊക്കെ എന്തൊക്കെയോ കുറെയൊക്കെ ചികിത്സ നടത്തി. അതിന് വെറുതെ പൈസ ചെലവാക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. പിന്നെ ഇപ്പൊ മിണ്ടാൻ വയ്യാത്ത ആൾക്കാരനെ ഇഷ്ടം പോലെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇതിപ്പോ വിക്കിട്ടാണിച്ചാലും കാര്യം പറയണ്ടല്ലോ. അതിന്റെ ഭാഗ്യം. അല്ല ഇതൊക്കെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. സുഖദേട്ടന് എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു. അതാട്ടോ. അതിപ്പോ വന്ന് കണ്ടറിയില്ലേ? കുട്ടികളോട് പറഞ്ഞോളൂട്ടാ. അല്ല ഈ വിക്കിന്റെ കാര്യേ. കാരണം പലയിടത്തും ഈ കാര്യം പറഞ്ഞിട്ട് മുടങ്ങിണ്ടായി. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറയണ്ടല്ലോ വെച്ചിട്ടാ. അതിന് നമ്മളൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ. നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടാലല്ലേ നടക്കുള്ളൂ. അതെ അതെ. അപ്പൊ നമുക്ക് കുട്ടിയെ കണ്ടാലോ? ഓ വിളിക്കട്ടെ. മോളേടി. അല്ല മോളുടെ നാള് ചോദിച്ചപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. ഓ എങ്ങനെ ഇവര് തമ്മിൽ ചേർച്ചണ്ടോ? ഉവ്വ്. ഇത്ര കേമായിട്ടുള്ള ഒരു ജാതകം ദൂരെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞ പണിക്കര്. അതെ അല്ലേ? പൊരുത്തെങ്ങനെ? പൊരുത്തം 10 8 പൊരുത്തുണ്ട്. ഭാഗ്യം. അവൾക്കും ജാതകത്തിൽ ചില ദോഷണ്ടേ. പല ആലോചനകൾ വന്ന് മുടങ്ങി കിടക്കായിരുന്നു. ചിലപ്പോ ദാവ് യോഗം. ഇതാണ് മോളിട്ടോ, നോക്കിക്കോ. ഇതെന്താ ആരും ഒന്നും മിണ്ടാത്ത? എന്തെങ്കിലുമൊക്കെ സംസാരിക്കോ? എന്നാ കുട്ടിയോട് സംസാരിക്കണ സംസാരിച്ചോ. ഞാൻ സംസാരിക്കാനാ. സംസാരിക്കടാ എന്തെങ്കിലും. ഇന്നിപ്പോ എന്താ അറിയോ, ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടി പറിച്ചിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ജാതകം ഇത്ര നന്നായിട്ട് നല്ല പൊരുത്തൊക്കെ ആയിട്ട് വന്നതാണ്, ഇനിയിപ്പൊ അത് വൈകിക്കണ്ട, അതുകൊണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു വലിച്ചു കൊടുന്നതാ. അയ്യോ, അപ്പൊ ഡോക്ടറെ കാണിച്ചില്ല? കാണിച്ചു. വരണ വഴിക്ക് ഡോക്ടറെ കാണിച്ചു. ഇന്നിപ്പോ ഒന്നും കഴിച്ചിട്ടില്ല. അവന് താല്പര്യം കഞ്ഞിയാ. കഞ്ഞി ഒരു ഇത്തിരി പയറും കിട്ടി കഴിഞ്ഞാ ഓക്കെ. അത് നന്നായി. ഞങ്ങാരും ചോറുണ്ണാൻ തുടങ്ങിയോ? ഒരു പറ ചോറ് കൊണ്ടു. അല്ല നന്നായിട്ട് കഴിക്കുന്നു പറഞ്ഞാ ഞാൻ. അമ്മാവനെ ഏതുതരം എന്നെ കളിയാക്കല പണി. അമ്മാവൻ തമാശ പറഞ്ഞല്ലേ. എന്നാലും സാരില്ല, എന്തെങ്കിലും സംസാരിക്കോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവില്ലേ? ചെല്ലേ, അവിടെ കായൽ തീരൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസാ. അവക്കറിയാം, ചെല്ലോളെ.
ഇവൻ എന്താണെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂനത ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഇപ്പോ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോ പിന്നെ അതൊന്നും ഒരു വിഷയമല്ലല്ലോ. പിന്നെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സ്നേഹം ഉണ്ടെങ്കിൽ അത് മതി. പിന്നെന്താ, അതിനൊക്കെ അവര് തീരുമാനിക്കട്ടെ. എന്തേ നിങ്ങളുടെ നല്ല സ്ഥലാട്ടോ. ഈ ചീനവല കെട്ടിയിട്ടുള്ളത് നിങ്ങളുടെ തന്നെയാ? സോറിട്ടാ, ജലദോഷത്തിന്റെ ചെറിയൊരു പനിയുണ്ട്. എന്താ പറയണ്ടെന്ന് പറയണില്ലേ. ഞാൻ പെണ്ണൊക്കെ കുറെ കാണാൻ പോയിട്ടോ. എപ്പോഴും ജാതക പ്രശ്ന, അല്ലെങ്കിൽ പ്രായം കൂടി എന്ന് പറയും. 32 വയസ്സായി. സംഭവം എന്നല്ല, എന്റെ ഈ വിക്കല് കാരണം നടക്കാറില്ല, സത്യം. പിന്നെ ഞാൻ PDC വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. മണ്ടു എത്ര വരെ പഠിച്ചു? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഇനിയും പഠിക്കണമെന്നുണ്ട്. എന്തെങ്കിലും ഒരു നല്ല ജോലി വേണ്ടേ? നല്ല കാര്യ. പിന്നെ എനിക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാ. എനിക്ക് ന്യൂസ് വായിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ന്യൂസ് റീഡർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഈ വിക്കിന് വെച്ചിട്ട് എന്ത് ന്യൂസ് പറയാനല്ലേ. എനിക്കും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഏതെങ്കിലും ഒരു കോളേജ് അധ്യാപകനെ കല്യാണം കഴിക്കണമെന്ന്. ആരെങ്കിലും കണ്ടുവെച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാൾ അറിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ വേറെ കല്യാണം കഴിച്ചു. നന്നായി. പിന്നെ മണ്ടുവിന്റെ ഫോട്ടോ കാണിച്ചപ്പോ എനിക്ക് താല്പര്യമായി. അല്ലെ, എന്റെ താല്പര്യം നോക്കണ്ടോ, മനസ്സിലുള്ള എന്താ വെച്ചാ പറഞ്ഞോളൂ. എനിക്കിപ്പോ ഇതൊക്കെ പ്രാക്ടീസായി. അമ്മാവൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടു. നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ? ഞാനിപ്പോ എന്താ പറയണ്ട, അവിടെ എന്താ പറയാ? ഇഷ്ടായിന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞ? ഇഷ്ടായിന്നു. ഞാൻ അമ്മാവനൊന്ന് കണ്ടോ. കാര്യമായിട്ട് പറഞ്ഞാലല്ല, വാക്ക് മനസ്സിലില്ല. ഒരു മിനിറ്റ് ഇരിക്കും. എന്തായി, സംസാരിച്ചോ? സംസാരിച്ചടാ. സംസാരിച്ചു. എന്താ പറഞ്ഞേ? കുഴപ്പമില്ല, ഇഷ്ടായി. നിനക്കല്ല, ആ കുട്ടിക്ക് ഇഷ്ടായോന്ന്? എനിക്ക് ആ കുട്ടിക്ക് ഇഷ്ടായി എന്നാ പറഞ്ഞേ. ഇഷ്ടായി? അതെ, മോളോട് ഞാൻ ചോദിച്ചു. അവൾക്ക് വിരോധമൊന്നുമില്ല. അതെല്ലേ? മോനും ഇഷ്ടായി എന്നല്ലേ പറഞ്ഞേ? ഓ, അവനും ഇഷ്ടായി. അങ്ങനെ പരസ്പരം ഇഷ്ടായ സ്ഥിതിക്ക് നമുക്ക് തങ്ങോട്ട് നടത്താല്ലേ? പിന്നെന്താ, അവന് വല്ലാതെ ഇങ്ങോട്ട് വൈകിക്കണ്ട എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക്. അത് കുഴപ്പമില്ല. എന്താടാ തുമ്മല് കൂട്ടിട്ട്? അപ്പൊ കാലത്തൊന്നും കഴിച്ചില്ലേ? ഒന്നും കഴിച്ചിട്ടില്ലാന്നേ, അതാണ്. അല്ല, ഇനി വേറൊന്നും തോന്നണ്ട കേട്ടോ. വേണമെങ്കിൽ കുറച്ച് കഞ്ഞി കുടിക്കാം. അല്ല, കഞ്ഞി കുടിച്ചോ? കഞ്ഞി വേണ്ട, കുഴപ്പമില്ല. കഞ്ഞി നിനക്ക് ഇഷ്ടല്ലടാ? വേണ്ട. അല്ല, ഇനിയിപ്പോ അവിടുന്ന് ആരെങ്കിലും ഇവിടെ വീട് വന്ന് കാണാനുള്ളവരുണ്ടെങ്കിൽ ആവാം. ആരുമില്ല. അപ്പൊ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആവാം. അല്ല, ഞങ്ങൾക്ക് കുറച്ച് ഇപ്പൊ സുഖദേവന്റെ വീട്ടുകാര് എന്റെ വീട്ടുകാർക്കൊക്കെ കാണണം. അപ്പൊ ഒരു 10-15 പേര് ഉണ്ടാവും വരാനായിട്ട്. ആയിക്കോട്ടെ. അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞായറാഴ്ച വല്ലടാ? അടുത്ത ആഴ്ച. അല്ല, ഇനിയിപ്പോഴേ ഇപ്പൊക്കെ എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ പുറത്ത് പറയെങ്കിലും കാര്യത്തോളം എടുക്കുമ്പോ ചോദിക്കാം. അതുകൊണ്ട് ചോദിക്കാം, ഒന്നും തോന്നരുത് കേട്ടോ. ഇനിയിപ്പോ വല്ല ഡിമാൻഡ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടോ? ഡിമാൻഡ് അല്ല, ഇനിയിപ്പോ എത്ര ശ്രീധരം വേണം? അങ്ങനെയുള്ള കൂട്ടക്കാരേ അല്ല ഞങ്ങൾ. ഒന്നും ആവശ്യമില്ല. അല്ല, അപ്പൊ ഞങ്ങൾക്ക് ഈ ആർഭാടായിട്ടുള്ള കല്യാണത്തോടൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് ലളിതമായിട്ട് അങ്ങോട്ട് നടത്തിയ പോരെ? ഞങ്ങൾക്കും ഇല്ല.
അപ്പൊ ഒരു വിരുന്നായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്ന അന്ന് തീരുമാനിക്കാം അല്ലേ? ഓ ആയിക്കോട്ടെ. എന്താ പിന്നെ ഞങ്ങളാണ് ഇറങ്ങട്ടെ? എന്നാ ശരി. മോളെ മോളെ ഒന്ന് വിളിക്കും. മണ്ടു മണ്ടു, ഇങ്ങോട്ട് വന്നേ. എല്ലാവരും ഇറങ്ങണു, വരൂ. മണ്ടു എവിടെ പോയി? നിന്റെ വർത്തമാനം പറ്റാനായിട്ട് ആ കുട്ടി ആ കായലെങ്ങാനും ചാടിയോ? അല്ല ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വാ, അവരിറങ്ങാണെന്ന്. എന്നാ മോളെ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ അല്ല പറഞ്ഞു മോളെ ആ വീടും വീട്ടുകാരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെയൊക്കെ പോലെ തന്നെ അല്ലേ? നടന്ന് കിട്ടിയാ ജയിച്ചു. ഇനിയിപ്പൊ അവര് വരുമ്പോഴേക്കേ ഒരു 10-15 ആൾക്കാരോട് ആരെങ്കിലും പറയണ്ടേ, ബന്ധുക്കളോട്? ഞാൻ അതന്നെ പറയാന്നാ കേട്ടോ. ഞാൻ കടയിലൊന്ന് പോയിട്ട് വരാം. എന്തിനാടാ ഞാൻ ഈ പനിയും തുമ്മലൊക്കെ പാടെ വെച്ചിട്ട് കടയിൽ പോയിരിക്കണം? അല്ല ഇന്ന് പോകാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലേ അവിടെ ആ വീട്ടിൽ പോയി കിടന്നോ, അത് നല്ലത്. ഇന്ന് പറ്റില്ല, അതല്ലേ ഇവിടെ അല്ല. ഞാൻ പോട്ടെ. അമ്മയോട് ഒന്ന് പറഞ്ഞോളൂട്ടാ. ഓ പനിയുടെ ജലദോഷം ഉണ്ടേ. ഉണ്ണേ ലിറ്റിൽ ഫ്ലവർ പോയിന്നാ തോന്നുന്നത്. ലിറ്റിൽ ഫ്ലവർ പോയോ ബസ്? ഇല്ല തോന്നുന്നില്ല. ഇല്ലേ? ആ ബസ് വന്നു. അതിൽ നമ്മള് പോണ്ട, അത് പാളയത്ത് എത്തൂല. അന്നോട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു. ഇനി പോയി ടിക്കറ്റ് കിട്ടുമോ? നീ ഓട്ടോ വിളിക്കണ്ടേ? പൈസ വേണ്ട ടിക്കറ്റിന് ഞാൻ കൊരട്ട വിറ്റു. കൊരട്ടി ഉണ്ടായിരുന്നു കുറച്ച് എന്നാക്കണ്ട്. സുഖിലണ്ട കിടക്ക. അല്ലല്ല വെള്ളടിച്ച് വീലായി കിടക്കുക. ചന്ദനക്കുരിയൊക്കെ തൊട്ടിട്ട് കുടുംബത്തില് പറഞ്ഞാൻ തോന്നിട്ടോ അത്. ഏടെയല്ല ഉണ്ട് കിടക്കാൻ വേണ്ടി സ്ഥലം. നമ്മളിൽ ഒരുപാട് വെള്ളം കുടിക്കല്ലേ. ഇന്നൊരു ബസ് സ്റ്റോപ്പ് കിടന്നിട്ടാ. കോളേജിലും സ്കൂളിലെല്ലാം കിടക്കല്ലേ സാധാരണ. ഇത് ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ഒരു തുള്ളിയും കൂടി ഉണ്ടേ കൂടി അവിടെ കുടിച്ചൂടേനെയോ? അല്ല ഉണ്ണി, നമുക്ക് പിന്നെ ഒരു പണി കൊടുത്താലോ? അയ്യോ തല്ലേന്നും വേണ്ട. അല്ലല്ലടാ, ഈ കിടക്കണ കിടത്തേ ഈ കുപ്പി ഇവിടെ വെച്ചിട്ട് ഇതടക്കം നമുക്ക് ഒരു വീഡിയോയിലെടുക്കാം, എന്നിട്ട് ഫേസ്ബുക്കിൽ ഇടാം. അപ്പൊ നല്ലൊരു പണി ഞാൻ പറയുന്നത് നമുക്ക് ഒരു സെൽഫി എടുത്താലോ? സെൽഫി വേണ്ട, സെൽഫിയിൽ നമ്മൾ കൊടുക്കൂലേ? നമ്മ കൂടി വീഡിയോ. ഇത് ബസ് സ്റ്റോപ്പിൽ കള്ളുടിച്ച് കിടക്കണ എല്ലാവർക്കും ഒരു പാടായിരിക്കണം. കിടക്കട്ട് എല്ലാരും കാട്ട് ഓരോ സൂക്കടിയിലോടെ കുറച്ചുകൂടി കുപ്പിന്ന് തുടങ്ങാം. ചന്ദനക്കുരിയൊക്കെ തൊട്ടിട്ടാ കിടക്കണത് കണ്ടിട്ട് മതി. എടുത്തിട്ടേ നമ്മളെന്താ അടിക്കുറിപ്പ് കൊടുക്കണം അറിയോ? അടിക്കുറിപ്പ് ബസ് സ്റ്റോപ്പിൽ പാമ്പ്. എന്റെ പേര് വെച്ചോ? അതിന്റെ പേര് വെക്കണേ വേണ്ട. പാമ്പ് പാമ്പിന്റെ ചിഹ്നം വേണം വെച്ചോ? വേണ്ട അല്ലേ? വേണ്ട. ഇത് വിട്ടേക്കട്ടെ.
എല്ലാ ഗ്രൂപ്പില്ലേ നമ്മളെ ഗ്രൂപ്പില്ലേ നമ്മുടെ ടീമിന്റെ ഗ്രൂപ്പ് വാട്സപ്പില് അതിലും ബസ് സ്റ്റോപ്പിൽ എന്താ കണ്ടുപിടിച്ചിട്ടോ പണി നാളെ കിട്ടിക്കോളും. വീട്ടുകാരും നാട്ടുകാരും കാട്ടുന്നു. ഇത് ബസ് സ്റ്റോപ്പിൽ കണ്ടുപിടിച്ച് കിടക്കുന്ന എല്ലാവർക്കും ഒരു പാടാവട്ടെ. അതിന്റെ ഇത് കണ്ടായിരുന്നോ ഒരുത്തൻ ബസ് സ്റ്റോപ്പിൽ അടിച്ച് പാമ്പായിട്ട് കിടക്കണം. നമുക്ക് ഷെയർ ചെയ്താലോ? ഗ്രൂപ്പിലിട്. ആ ഓക്കെ. ആ പെടാതിരിക്ക വേണ്ട മാറിയോ? അവൻ പോയ കാര്യം എന്തായി? ആ പോയ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. ഞാൻ അവരോട് പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി. അപ്പോ അവർക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണ്ടാന്നപ്പോ. നീ കള്ളും കുടിച്ച് റോഡ് സൈഡ് കിടക്കണ ഫോട്ടോ ലോകായ ലോകം മുഴുവനെ കണ്ടു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു കള്ളുടിയനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിക്കേണ്ട ഒരു ഗതികേട് ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന് വന്നിട്ടില്ല എന്നാ. ഞാൻ അതൊന്നും കഴിക്കാതാണെന്ന് അമ്മാവന് പറയാറുന്നില്ലേ? അതെനിക്കറിയാടാ, അത് അവർക്കറിയോ? ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണമില്ല. പിന്നെ ഞാനെന്താ കാട്ടുക? ആ നീ വേറെ നോക്കാം. വേണ്ട, മതി നോക്കിയത്. എങ്ങനെ ഒരു കല്യാണം വിധിച്ചിട്ടില്ല. എന്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കിയിട്ട് സമ്മതിച്ചോരാവേ. അതിപ്പോ ഇങ്ങനെ വേണ്ട ഈ കല്യാണം. എന്നാലും ഈ തെമ്മാടിത്തരം കാണിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇനി ഒന്നിനും വയ്യ, ഞാൻ എവിടേക്കും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരുന്നു പോവാം. എന്തിന്? മൊബൈലിൽ നിന്റെ പടം എടുത്തിട്ട് ലോകായ ലോകം മുഴുവനെ കാണിച്ചിട്ട് ഇതാ കല്യാണം മുടക്കി അവസാനം ജോലിയും പോയി. എടാ നിന്റെ ജീവിതം നശിപ്പിച്ച ആൾക്കാർ ആരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാന്ന്. അങ്ങനെ കുറെ തെണ്ടികളുണ്ട് ഈ നാട്ടില്. അവരൊക്കെ പിന്നാലെ നടക്കലാ നമുക്ക് പണി. അതന്നെ അമ്മാവൻ പറയണ്. ഇത് പറ്റിയ നിനക്കല്ലേ? പരാതി കൊടുക്കേണ്ടത് നീയാണ്. അതെ, ഇരുന്ന് മോങ്ങാതെ നടക്ക് സ്റ്റേഷനിലേക്ക്. അമ്മാവനും വരാം. എനിക്ക് അടിച്ചാലല്ലോ സാറേ. ഇവനാണ് മറ്റേ സുമേഷ് കൃഷ്ണ. ആ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് ആ പെണ്ണിനെ വിളിച്ചു വരുത്തിയില്ലേ? സുമേഷ് കൃഷ്ണ അല്ലേ? കൃഷ്ണ എന്നുള്ളത് അതിന്റെ തന്തയുടെ പേരാണോ? ഇല്ല സാറേ, അത് ഭഗവാന്റെ പേരാണ്. ഞാനൊരു സ്റ്റൈലിന് വേണ്ടി ഇട്ടതാണ്. ഭഗവാന്റെ പേര് ഇട്ടിട്ട് തോന്നിയ സാധനങ്ങളോ? നിന്റെ പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ ആരുടെ? അത് ഡീക്കന്റെയാണ്. ദുൽഖർ സൽമാന്റെ. ഓ, കണ്ടാലും ഏതാണ്ട് ദുൽഖർ സൽമാനെ പോലെ തന്നെ ഉണ്ട്. എന്താ ഇയാള് കാണിച്ചേ? ഇയാള് ദുൽഖർ സൽമാന്റെ പടം പ്രൊഫൈലായിട്ട് ഇട്ടിട്ടേ 25 വയസ്സുള്ളൂ ഇവനെന്ന് പറഞ്ഞിട്ട് ഒരു 18 വയസ്സായ പെണ്ണിനെ ചാറ്റ് ചെയ്ത് പ്രേമമാക്കി. അവസാനം ആ പെണ്ണിന് ഇയാളെ തന്നെ കെട്ടണം. ഇവനെ കാണണമെന്നും പറഞ്ഞിട്ട് മറൈൻ ഡ്രൈവിൽ വിളിച്ചു വരുത്തി ആ പെൺകൊച്ചി പേടിച്ചിട്ട് ആ വഴി വന്നിട്ടാണ് ഇവിടെ സാറിന് പരാതി തന്നേക്കണം. ചെയ്യണ്ട സാറേ, ചത്തുപോകും ഇവനൊക്കെ. മൂക്കിനെ പൊട്ടിച്ചോളാട്ടോ. കല്യാണം കഴിഞ്ഞാണോ നീ? 2 കുട്ടികളുണ്ടാ? 5 വേണ്ട സാറേ, ഒന്നും ചെയ്യേണ്ട, ചത്തു. ഇതിനൊക്കെ പുറത്ത് വിടാതിരിക്കണം. നല്ല എന്താണ് സാറേ? അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ തലർക്ക് അലർജി ഉണ്ടാവേ. അലർജി പല്ലൊക്കെ വെപ്പൂലാണോടാ? ഇല്ല, അത് 3-4 മാത്രം പോയിട്ടുള്ളൂ. പ്രായമായ ടീമുകൾക്ക് ഇപ്പൊ കുഴപ്പം കൂടുതൽ. നല്ല ചുമയാണ് സാറേ, വല്ലതും ചെയ്ത ചത്തുപോയാനെ. അല്ലതിനെ ഇവന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറെ പെൺപിള്ളേരുണ്ടല്ലോ, ഏവന്തെങ്കിലും ഒരു നല്ല ഫോട്ടോ ഉണ്ടാവും ഉടനെ ചാടി ഇറങ്ങുക. അത് കുഞ്ചാക്കോ ബോബനും ദുൽഖറാണെന്നും പറഞ്ഞിട്ട്. വീട്ടിലെ തന്തയും തള്ളമാരെ ശ്രദ്ധിക്കണ്ടേ? ഓരോതിന് മൊബൈൽ കമ്പനിക്കാർ ആവശ്യത്തിൽ അധികം ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 6 മാസം ഫ്രീ അല്ലേ? ആ, പിന്നെ സ്ഥിരീകരിച്ചത് 174 പേർക്ക്. 937 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി. മലയോര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നു പിടിക്കുന്നു. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു.
വൃത്തിഹീനമായ സാഹചര്യമാണ് പനി പടരാൻ കാരണമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി. ഹലോ, സത്യനാണ്. ഈ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാഷ് ന്യൂസുകൾ നിങ്ങൾ കാണുന്നില്ലേ? അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആളുകളോട് ഇന്ന് തന്നെ പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പറയണം. ഒരു അടിയന്തര മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് കേട്ടോ. ശരി. സർക്കാരിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള ഭരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ആകെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പാർട്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തിൽ പനിമരണങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം നമ്മുടെ പാർട്ടി മുതലെടുക്കണം. ഇതുപോലുള്ള പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിക്കുമ്പോൾ ഇതൊന്നും കാണാതെ കണ്ണും പൂട്ടിയിരിക്കുന്ന സർക്കാരിനെതിരെ നമുക്ക് ഏത് തരത്തിലുള്ള സമരം ചെയ്യാം, അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ യോഗം വിളിച്ചിട്ടുള്ളത്. നേതാവേ, ഈ മഴ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ജൂൺ മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഈ ജൂൺ മാസം കഴിഞ്ഞപ്പോഴേക്ക് 15 ആൾക്കാരാണ് നമ്മുടെ ജില്ലയിൽ പനി പിടിച്ച് മയ്യത്തായത്. അതെ. അത് മാത്രമല്ല, ഈ കൊതുക് നമ്മുടെ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് കുത്തുകയാണ്. 12 പ്രവർത്തകരാണ് നമ്മുടെ ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളത്. ആകെ വെറുതെ പറയാം. കൊതുകിനറിയാം ഈ പ്രതിപക്ഷമാണ് വെറുതെ. അതൊക്കെ അവരുടെ കളിയാണെന്നേ. ആരെ കളി? ഭരണപക്ഷത്തിന്റെ. അല്ല, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സംശയിക്കാം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാ, കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടും കൊതുക് പെരുകിക്കണ കൊല്ലം. എങ്ങനെ പെരുകാതിരിക്കും? ഈ കോഴി വേസ്റ്റ് ഒക്കെ ആളുകൾ റോഡിലേക്കല്ലേ തള്ളിവിടുന്നത്. പിന്നെ ഫ്ളാറ്റുകളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ആളുകൾ കണ്ണും പൂട്ടിയിട്ട് റോഡിലേക്ക് എറിയാണ്. ഇത് അവിടെ കിടന്ന് ചെയ്യുന്നു. റോഡിലെ പട്ടികൾ ചാവുന്നു, പൂച്ചകൾ ചാവുന്നു. ഇതൊന്നും ആരും കൊണ്ടുപോകാനില്ല, നോക്കാൻ ആളുമില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് കൊതുകുകൾ പെരുകാതിരിക്കുമോ? അലക്കേണ്ട സാധനങ്ങളൊക്കെ ഈ റോട്ടുമിലേക്ക് വലിച്ചെറിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു റോഡ് ഉപരോധം അങ്ങോട്ട് നടത്തിയാലോ? പട്ടിയും പൂച്ചയൊക്കെ ഇപ്പൊ റോഡിൽ കിടന്ന് ചാവുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റോഡ് ഉപരോധിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഒരു അഭിപ്രായത്തിലേ ഈ വിഷയത്തില് നമ്മുടെ സത്യൻ സാറ് മരണം വരെ നിരാഹാരം കിടന്നാൽ നന്നായിരിക്കും. നല്ല കാര്യമാണ്. അത് സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യപ്പെടും. ഒരു കളറായിരിക്കും. അങ്ങനെ ഇപ്പൊ നീ ഇതിന് കളർ കൂട്ടണ്ട. എടോ, എന്നെ എങ്ങനെ പട്ടിണി കെട്ട് കൊല്ലാന്നുള്ളത് ആലോചിക്കാനല്ല ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ഇനി ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു എന്നിരിക്കട്ടെ, ഈ സർക്കാർ തിരിഞ്ഞു നോക്കുവോ? എന്തിന്? നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? മാത്രല്ല, ഈ പാർട്ടിയിൽ നിന്ന് ഞാനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ആഹ്വാനം ചെയ്യാനുള്ളത്? എന്ത് നേര്? സത്യൻ സാറ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് മൊയ്തു സാറിനല്ലേ. അതുകൊണ്ട് നമുക്ക് നിരാഹാരം വേണ്ട. സാറേ, ഞാനൊരു അഭിപ്രായം പറയട്ടെ. അങ്ങനെ കാര്യപ്രാപ്തിയുള്ള ആളുകൾ സംസാരിക്കട്ടെ. എന്താ കേട്ടാ, നമുക്ക് ഈ സമര രീതി ഒന്ന് മാറ്റിയാലോ? എങ്ങനെ? അതായത് നിൽപ്പ് സമരം, ഇരിപ്പ് സമരം, നടത്ത സമരം, ഓട്ട സമരം, കിടപ്പ് സമരം, ഇതിലേതെങ്കിലും ഒന്ന്. ഇതെന്താണ്, യോഗയോ? കാര്യപ്രാപ്തിയുള്ള ആളാണ് എന്റെ പൊന്നു രാഘവട്ട. നിന്നാലും ഇരുന്നാലും കടന്നാലും നടന്നാലും ഓടിയാലും ഒക്കെ കൊതുക് വന്ന് കുത്തും. കൊതുകിനെതിരെ ആയിരിക്കണം നമ്മുടെ സമരം. സാറേ, അങ്ങനെ നിനക്കൊന്ന് പറയാൻ. എന്താ അത്? അതായത് നമുക്ക് ചുംബന സമരം നടത്തിയാൽ. ചുംബനം? ആരാരെ ചുംബിക്കും? സത്യേട്ടനെ എന്നെ ചുംബിക്കാലോ? എടോ, ഞാൻ തന്നെ ചുംബിച്ചാ കൊതുക് പാറിപ്പോവോ? അല്ല സാറേ, സമരമല്ലേ സാറേ? നമ്മുടെ പാർട്ടിയുടെ ബുദ്ധിജീവിയായിരുന്ന തന്റെ അച്ഛൻ പോലും ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചിട്ടില്ല. അത് താൻ ഓർക്കണം. ഇനി നിങ്ങളോട് എല്ലാവരോടും കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ജില്ലാ മെമ്പർമാരായിട്ടുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ അണികളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഇതെല്ലാം കൂടെ എനിക്ക് ആലോചിച്ചിട്ട് എന്റെ തല പെരുക്കാണ്, തേനീച്ച മുരളാണ് എന്റെ തലയിൽ കൂടെ. എന്തെങ്കിലും ഒരു തീരുമാനം നേതാവ് തന്നെ പറയും. ഞാൻ ആലോചിച്ചിട്ട് ഈ കൊതുകിനെതിരെ, പനിക്കെതിരെ, സർക്കാരിനെതിരെ ഒരൊറ്റ സമരമുറേ ഉള്ളൂ. അത് ഹർത്താലാണ്. കൊതുകിനെതിരെ ഹർത്താൽ? കൊതുകിനെതിരെ അല്ല, പനിക്കെതിരെ. പനിക്കെതിരെ എന്ന് പറഞ്ഞാൽ കൊതുകിനെതിരെ, കൊതുകിനെതിരെ എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ. അത് സാർ, അതൊന്നാണ്. രൂക്ഷമായ കൊതുക് ശല്യം മൂലം പനിമരണങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ ജില്ലയിൽ നമ്മളൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്യും. ഈ ഹർത്താല് നമ്മൾ ഏത് ദിവസം നടത്തണം അത് ആലോചിക്കണം. നേതാവിന്റെ ഒരു ഡേറ്റ് പറഞ്ഞു നോക്കി. 13 നടത്തി എന്താ കുഴപ്പം? അയ്യോ, 13 വേണ്ട സത്യേട്ടാ. ഞാനേ എന്റെ കൊച്ചിന്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആണ്. 13 കഴിഞ്ഞാൽ പിന്നെ 14, 15, 16, 17 ഒഴിവില്ല. 18-നായാലോ? 18 അവളെ ചെറിയ മോളെ മോന്റെ സുന്നത്താ. എന്നാ പിന്നെ 23-ാം തീയതി കഴിയും. 23-ാം തീയതി എനിക്കാവില്ല സാർ, എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഹർത്താൽ നാളെ തന്നെ നടത്താം. നാളെ നമുക്കാണെങ്കിൽ ഒരു പണിയില്ല, ജോലിയില്ലല്ലോ.
ഹർത്താൽ സമാധാനപരമായിട്ടേ നടത്തൂ എന്നൊക്കെ പത്രമാധ്യമങ്ങളിലും ടി വികളിലൊക്കെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞെന്നിരിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഒരു കുഞ്ഞിനെ പോലും വഴി നടക്കാൻ സമ്മതിക്കരുത്. പിന്നെ ചില ആശുപത്രി കേസൊക്കെ വരും കേട്ടോ. എന്താ ചെയ്യേണ്ടത്? ഇതിൽ ആശുപത്രി കേസൊന്നും വേണ്ട. എല്ലാം തുടങ്ങി. പിന്നെ കുറച്ച് നല്ല മുദ്രാവാക്യങ്ങൾ എഴുതിണ്ടാക്കണം. ഈ കൊതുകാണ് സബ്ജക്ട്. നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മുടെ പാർട്ടി നടത്തുന്ന സമ്പൂർണ്ണ ഹർത്താൽ. ഹലോ, ആ എല്ലാ ടൗണുകളിലും പ്രവർത്തകർ ഇറക്കണം. ആ ശരി ശരി ശരി. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയണം കേട്ടോ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. കുത്തല്ലേ 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 കൊതുകേ ഞങ്ങൾ കുത്തല്ലേ രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ. കൊതുകല്ല, മുഖ്യമന്ത്രി. പിന്നെ അത് വിളിക്കണോ? രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ. മുഖ്യമന്ത്രി രാജിവെക്കൂ മുഖ്യമന്ത്രി രാജിവെക്കൂ. സാറേ, നമ്മ ഡെങ്കിപ്പനി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് എനക്ക് തിരിഞ്ഞിട്ടാ. മാത്രല്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയും വേണ്ടേ. എന്ത് പ്രശ്നം എന്ന് വെച്ചാല് ഇതെന്തെന്ന് എനക്ക് തിരിയാണെന്ന ഇപ്പൊ വിളിച്ചോണ്ട് ഫോൺ. ഇവരെന്താ പറയുന്നത്? നമുക്ക് തിരിയാനല്ലോ. ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ കൊതുക് പരത്തുന്ന പനിയാണ്. ശരി. അപ്പൊ അത് പനി എങ്ങനെ വരും? കൊതുക് കടിച്ചാൽ പനി വരും, ഡെങ്കിപ്പനി വരും. അതിനെതിരെയാണ് ഇപ്പൊ നമ്മള് ഈ ഹർത്താൽ ചെയ്യുന്നത്. വിളിച്ചോ വിളിച്ചോ. ജില്ലാ ഹർത്താൽ സിന്ദാബാദ്, ജില്ലാ ഹർത്താൽ സിന്ദാബാദ്. കടകളടക്കൂ സഹകരിക്കൂ, സഹകരിക്കൂ, കടകളടക്കൂ സഹകരിക്കൂ, സഹകരിക്കൂ. ഹർത്താലിനെ വിജയിപ്പിക്കൂ, ഹർത്താലിനെ വിജയിപ്പിക്കൂ, ഹർത്താലിനെ വിജയിപ്പിക്കൂ, ഹർത്താലിനെ വിജയിപ്പിക്കൂ. സൂചനയാണിത്, സൂചനയാണ്, സൂചനയാണിത്, സൂചനയാണ്. ജില്ലാ ഹർത്താൽ സൂചന മാത്രം, ജില്ലാ ഹർത്താൽ സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചേ. വീട്ടിൽ പോകുന്ന ആരോട് ഇന്ന് ജില്ലാ ഹർത്താലാണ്. ആരെ ഹർത്താലെന്നറിയില്ല എനിക്ക്. ജില്ലാ ഹർത്താൽ വിജയിപ്പിക്കൂ, ജില്ലാ ഹർത്താൽ വിജയിപ്പിക്കൂ, ജില്ലാ ഹർത്താൽ വിജയിപ്പിക്കൂ, ജില്ലാ ഹർത്താൽ വിജയിപ്പിക്കൂ. ജംഗ്ഷനിൽ ഈ ജംഗ്ഷനിൽ പീതാംബരനൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വരുന്ന വാഹനങ്ങളൊക്കെ നടന്നോളാം. ഒരു സത്യട്ടാ, നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് എല്ലാ ഹർത്താലിനും ഈ പത്രത്തിനെയും പാലിനെയും അതുകൊണ്ട് ഒഴിവാക്കണം? അത് കൂടി ബ്ലോക്ക് ആയിക്കൂടെ നമുക്ക്? എടോ, അത് അവശ്യ സാധനങ്ങളല്ലേ. എങ്ങനെയാണ് അവശ്യ സാധനമുള്ളത്? ഒരു ദിവസം പാൽ വെച്ച് ചാവുടിച്ച് നിങ്ങളവിടെ മയ്യത്തായി പോകും, ഒരു ദിവസം പത്രം വായിച്ച് നിങ്ങളവിടെ മയ്യത്തായി പോകും. അത് മൊയ്തൂക്കം മനഃപൂർവ്വം പറയണല്ല. ഇതിന്റെയൊക്കെ ഏജൻസി സത്യേട്ടനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാണ്ടല്ലോ. അത് നമ്മൾ പറഞ്ഞു. സത്യ നേതാവേ, ഹർത്താലിന് കുടിവെള്ളം വരെ മുട്ടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതാണ് ഹർത്താലിന്റെ സ്പിരിറ്റ്. ഇത് എന്തിനാ എതിനാന്ന് അറിയില്ല, നല്ല ആവേശത്തിലാ. ഞാൻ മുദ്രാവാക്യം എന്ന് വിളിക്ക്. കൊതുക് കൊതുക് ഡെങ്കി കൊതുക്. അതെ, കൊല്ലം വല്ലാണ്ട് കൂടിക്കണോ കൊതുക്. കഴിഞ്ഞ കൊല്ലം എത്ര ഇല്ല. എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഭരണമല്ലേ, ഇപ്പൊ ഭരണം മാറിയില്ലേ? അതെ വരും വേണ്ടി. പീതാംബരന്റെ കട എന്താക്കാണ്? മറ്റേ അങ്ങോട്ട് പറ്റേ അവിടെ കിടന്ന് ചലക്കുക. എന്താണ് ഹർത്താലെന്ന് അറിയില്ല നിങ്ങൾക്ക്? വണ്ടി എടുത്തോണ്ട് ഇറങ്ങിക്ക. ചേട്ടാ ഹോസ്പിറ്റലിൽ പോകണ്ടതാ. ആർക്കാത്? എന്റെ സഹോദരന് തീരെ വയ്യ. എന്താ പറ്റിയേ? പനി. ഇതുപോലെ പനിയാണ് മരിപ്പാണെന്ന് പറഞ്ഞ് പല യോഗ്യന്മാരും പോയിട്ടുണ്ട്. ഇനി ഇതിവിടെ നടക്കില്ല. അയ്യോ അല്ല, ഞാൻ നുണ പറയണതല്ല, ഞാനൊരു ടീച്ചറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എന്റെ ടീച്ചർമാർ നുണ പറയില്ലേ? അത് നടക്കുന്ന കാര്യമല്ല. ഇന്ന് ഹർത്താലാണ്, നിങ്ങളെ വണ്ടിയിലേ പോവില്ല. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ നിങ്ങൾ പ്ലീസ്. ടീച്ചറെ കാര്യം മാത്രം നോക്കി നമ്മ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നു. ഇതിപ്പോ ഹർത്താൽ എന്ന് പറഞ്ഞ ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ കേരളത്തില്. ഇതിന് മുൻപ് ഉണ്ടായപ്പോഴെല്ലാം ഹോസ്പിറ്റല്, കല്യാണം ഇതെല്ലാം ഒഴിവാക്കി തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഇന്നിപ്പോ ഇത്ര പ്രത്യേകത? ഇത് അങ്ങനത്തെ ഹർത്താലല്ല. ഇത് ഞങ്ങളുടെ ജില്ലാ നേതാവ് സത്യേട്ടൻ ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. സത്യേട്ടൻ ദൈവമൊന്നുമല്ലല്ലോ. സത്യേട്ടനെ കുറിച്ച് എന്തായാലും പറഞ്ഞ വേഷം പറഞ്ഞാലും നടക്കില്ല. ഞാൻ എന്റെ സഹോദരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കും. പെങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഹർത്താലാണിത്. അതിന് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. ഇതിപ്പോ നിങ്ങളുടെ ഒരു സഹോദരന്റെ കാര്യം. ഇങ്ങനെ ഈ പനി മൂലം എത്ര ആളുകൾ കേരളത്തിൽ മരിക്കുന്നുണ്ട്?
അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഹർത്താലിൽ നിങ്ങൾ സഹകരിക്കില്ലേ വേണ്ടത്? സഹകരിച്ചാ പറ്റൂ. ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ അമ്മായി 5 ദിവസമായി പഞ്ച് കിടക്കണേ, നമ്മൾ നാളെ കാണിക്കാൻ ചേച്ചി നിൽക്കുക, അതറിയോ? അത് ഞാനെന്ത് പറയണേ? എനിക്ക് എന്റെ സഹോദരൻ സുഖമില്ലാതിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ കാണിക്കണം, ഞാൻ കാണിക്കും. കാണിക്കാൻ പറ്റൂല. ഒരു ലക്ഷം. ഇവിടെ പോലീസ് ഉണ്ടോന്ന് എനിക്ക് സത്യം പോണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. തല്ലിക്കൊല്ലോ താൻ. ആരാണ് ഇതിനുള്ള അധികാരം തന്നത്? വേണ്ട എനിക്കൊന്നും സംസാരിക്കാൻ സാർ, ഞാൻ ഇവിടെ കാല് പിടിക്കാം, ഒന്ന് ഞങ്ങളെ വിടൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ആദ്യം. ഇന്ന് ഹർത്താൽ ദിവസമാണ്, ഇന്നൊന്നും നടക്കില്ല. നാളെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? എനിക്ക് നിങ്ങളീ പറയുന്നത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആരാ നിയമം കയ്യിലെടുക്കാൻ അധികാരം തന്നത്? അതെ, ഇവിടെ കിടന്ന് വേഷം കെട്ടെടുക്കണ്ട. മുട്ടുകാല് തല്ലി ഒടിക്കും, പിന്നെ ഈ കാറ് തല്ലി പൊളിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്യും. എന്താ വേണ്ട? ഞാൻ ഈ റോട്ടിൽ കുത്തിയിരിക്കും. പൊളിക്കട്ടെ സത്യത. അയ്യോ, വേണ്ട, 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 പോ, 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 പോ. പോയി കയറി അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിക്കും ഞങ്ങൾ, ജില്ലാ ഹർത്താൽ സിന്ദാബാദ്, ജില്ലാ ഹർത്താൽ സിന്ദാബാദ്, ജില്ലാ ഹർത്താൽ സിന്ദാബാദ്, ജില്ലാ ഹർത്താൽ സിന്ദാബാദ്. കുത്തല്ലേ 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 കുത്തല്ലേ, കൊതുകെ ഞങ്ങളെ കുത്തല്ലേ, കൊതുകെ ഞങ്ങളെ കുത്തല്ലേ, ഡെങ്കി ഞങ്ങൾക്ക് വരുത്തല്ലേ, ഡെങ്കി ഞങ്ങൾക്ക് വരുത്തല്ലേ, ഡെങ്കിപ്പനി വരുത്തല്ലേ, ഡെങ്കിപ്പനി. ഇതിപ്പോ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ. അല്ല, ഏത് പെണ്ണിന്റെ കാര്യമാണ് മെമ്പറെ? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാടോ, ജനങ്ങൾ വോട്ട് തന്ന് ജയിപ്പിച്ച് ഭരണപക്ഷത്തിരിക്കുന്നവരും നമ്മളും കൈയടി വാങ്ങിയവര് പ്രതിപക്ഷത്തിരിക്കുന്നവരും. അവര് പറഞ്ഞുണ്ടാക്കിയ കാര്യം എന്താ? നമ്മൾ മഴക്കാലത്തിന് മുൻപ് ചെയ്യേണ്ടതായിട്ടുള്ള ശുചീകരണ പരിപാടികൾ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കൊതുക് ഇങ്ങനെ വർദ്ധിച്ചതെന്നാ. കൊതുകനെ ഉണ്ടാക്കണത് നമ്മളാണല്ലോ. എന്നിട്ട് ആ കൊതുകുകൾ വരുത്തിയ രോഗത്തിന്റെ പേരില് മലിനീകരണം ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് നമുക്ക് നേരെ ഹർത്താല്. നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അവരെന്തൊരു കാര്യം പറഞ്ഞിട്ടാണോ നമ്മളെ കരിവാരി തേച്ചത് അതേ നാണയത്തിൽ എന്നെ തിരിച്ചടിക്കുക. അവരിന്ന് നടത്തിയ ഹർത്താലിനെതിരെ പ്രതികരിക്കാനുള്ള അവസരം അവര് തന്നെ നമുക്ക് ഒരുക്കി തന്നില്ലേ? അതായത് അവരിന്ന് എന്തിനു വേണ്ടി ഹർത്താൽ നടത്തിയത്? പകർച്ചപ്പനി പടരുന്നതിനെതിരല്ലേ? ഇന്ന് അവരെന്തൊക്കെ അക്രമ കാഴ്ചവെച്ചത്? ഹർത്താലിനിടയ്ക്ക് രോഗികളുമായിട്ട് പോകുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തി അവർ തിരിച്ചുവിട്ടില്ലേ? പനി ബാധിച്ച ഒരു രോഗി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാണ്ട് മരിച്ചില്ലേ? നമുക്ക് അത് കയറി പിടിക്കണം. മതി, ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മിന്നൽ ഹർത്താൽ നമ്മളെ വെച്ചാൽ മതി, നാളെ തന്നെ. ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടോ, നമ്മളിപ്പോ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരല്ലേ, നമ്മള് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഹർത്താൽ നടത്താൻ പറ്റുമോ? ജനങ്ങളെ ഉപദ്രവിച്ചോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭരണപക്ഷത്തിരിക്കുന്നത്. അപ്പൊ ആ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള അവകാശം ആരാ? നമുക്കാ, അല്ലാതെ അവർക്കല്ല. നാളെ നടക്കുന്ന ഹർത്താലിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും. നമ്മൾ നടത്തുന്ന ഹർത്താല് അവര് നടത്തിയ ഹർത്താലിനേക്കാൾ ഒരു പടി കേറി നിൽക്കണം. അതിനെന്താണ് വഴി? ഞാനിന്ന് അന്വേഷിച്ചപ്പോ അവരിന്ന് ഹർത്താലില് 5 കിലോ കപ്പയും 3 കിലോ ബീഫുമാണ് അവർ ഇന്ന് അവിടെ പാർട്ടിക്കാർ അറേഞ്ച് ചെയ്തത്. നമുക്കൊരു 10 കിലോ കപ്പയും ഒരു 10 കിലോ ബീഫും ആക്കാം, ആക്കാൻ പറ്റും. തിന്നേണ്ട കാര്യത്തിലുള്ള ഹർത്താലല്ല ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ ഒരു നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ സകല റോഡിലും നമുക്ക് കല്ലിട്ട് ബ്ലോക്ക് ചെയ്യാം. നമ്മളിപ്പോ റോഡ് ബ്ലോക്ക് ചെയ്യണതൊക്കെ ഇപ്പൊ ഈ സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന ഒരു പരിപാടികളാണ്. ഇതല്ലാതെ ഒരു വെറൈറ്റി നമുക്കൊരു ഏതെങ്കിലും ഒരു പാലം നടുക്ക് വെച്ചിട്ട് പൊളിച്ചു മാറ്റാം, അപ്പുറം അപ്പുറത്ത് വണ്ടി വന്നാൽ പോകാൻ പറ്റാത്ത രീതിയിലാക്കാം. ഹർത്താൽ നാളെ ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് ജീവിക്കണ്ടേ? അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ആ പാലം പൊളിഞ്ഞ് കിടക്കുമല്ലോ. അത് വേണ്ട, പട്ടയത്തിന്റെ കേറൊപ്പം പറഞ്ഞു കുടുംബാസൂത്രണത്തിനുള്ള ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക, സമരം ചെയ്യിപ്പിക്കുക. അതാണ് നല്ല പരിപാടി. അതുകൊണ്ടുള്ള ഗുണം അവർ ഈ പേര് പറഞ്ഞാൽ മതി. ഏത് പേര്? അവർക്ക് വീട് വെച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പട്ടയം കിട്ടാൻ. 1970 അതെ, ഞാൻ സുമേഷേട്ടനോട് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഐഡിയയും കൊണ്ട് വരരുത്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പുതിയത് എന്തെങ്കിലും പറ. അത് പോട്ടെ, ഇപ്പോ പ്രതിപക്ഷത്തിന്റെ ജനദ്രോഹപരമായിട്ടുള്ള സമ്പൂർണ്ണ ഹർത്താലിനെതിരെ ഒരു പരിപൂർണ ഹർത്താലും നമ്മൾ നടത്തണം. അവര് നടത്തിയത് 12 മണിക്കൂറാണെങ്കിൽ നമ്മുടെ ഹർത്താൽ 24 മണിക്കൂർ.
അത് നന്നായി. അപ്പൊ നാളത്തെ ഹർത്താൽ നമ്മൾ പൊളിക്കും. നമ്മളാ തെക്ക ഭാഗത്തെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാ. പിന്നെ അത് രാവിലെ തന്നെ ബ്ലോക്ക് ചെയ്ത് 2 ഡ്രം എടുത്തിട്ട് റേഷൻ കടയിൽ നിന്ന്. അവിടെ രാവിലെ സുമേഷ് ഏട്ടാ ആരാ പോയിന്ന് പറഞ്ഞ്? വാസു പോയിട്ടുണ്ടായി. വാസു കൂട്ടും പോയിട്ടുണ്ടായിരുന്നു. അതെ, ഈ അമ്പലവും പള്ളിയൊക്കെ കാലത്ത് തന്നെ തുറന്നു വെച്ചേക്കാം. നല്ല തിരക്കുണ്ട് അവിടെ. ഒരു ബോധം പറഞ്ഞില്ല സാധനത്തിന്. ഇതെങ്ങടാ എന്താ ഹർത്താലെന്ന് അറിയില്ല എനിക്ക്. ഇവിടെ ചന്തത്തിന് വെച്ചേക്കണാണത്. ഞാൻ ആലോചിച്ചിട്ടേ ഇതൊരു നഞ്ഞാപിന്റെ കേസായിട്ടാ സംഭവം പോണത്. ഇങ്ങനെ പോയപ്പോ ഒരു സംഭവം എന്താണ് സംഗതി ഒന്നും കൂടി ഒരു ഉണർവിലേക്ക് സംഭവത്തിക്കണം. ഇതിപ്പോ കഴിഞ്ഞ അവരുടെ ഹർത്താൽ എന്ന് പറഞ്ഞ സാധനം അടിച്ചു പൊളിച്ചിരിക്കുക. അവരുടെ മേലെ നിൽക്കണം നമ്മുടെ ഹർത്താല്. ഒരു നാലഞ്ചെണ്ണത്തിന് തല്ലി കൊന്നാല ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാലടാ. ഇതിനിപ്പോ ഏറ്റവും നല്ലൊരു അടിമരുന്ന് ഇടാൻ പറ്റിയ ഒരു ഉഗ്ര സാധനം ഞാൻ പറഞ്ഞുതരാം. അവരുടെ പാർട്ടി ഓഫീസ് കയറി അങ്ങോട്ട് നിരങ്ങുക. അതെ, ഒരു 4-5 ബോംബ് കൂടെ എറിയാം. ബോംബ് കയ്യിൽ പിടിച്ചോ, പറഞ്ഞിട്ട് പിടിച്ചാൽ മതി. ഏറുപടക്കവും പിടിച്ചോ. ഇപ്പൊ ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വാർത്താ മാധ്യമത്തിൽ ഒരു ശ്രദ്ധ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു എളുപ്പ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അവരെ നേതാവില്ലേ മറ്റേ സത്യശീലൻ, അവന്റെ കൈയും കാലം തല്ലി ഇങ്ങോട്ട് പിടിച്ചാലാ. ടൈമിൽ പറ്റുന്നതിനനുസരിച്ച് ചെയ്യാം. അത്ര പറയാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ ഒരു പ്രചോദനം കിട്ടാത്തോണ്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. നീ എന്താ ചെയ്യണ്ടെന്ന് ഇപ്പൊ പരിപാടി ചെയ്തു. അല്ല വൈകിട്ടൊന്നും സംഗതി നടക്കില്ല. നമ്മൾ കൂടുതൽ സംസാരത്തിന് കേൾക്കണ്ട. ഒരു പ്രാവശ്യം ചോദിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പൊളിക്കാം. മെഡിക്കൽ സ്റ്റോറൊക്കെ അടയ്ക്കണ്ടേ? തുറന്നു വെച്ചേക്കണം. പിന്നെ വരണ പാർട്ടിക്കാര് പറഞ്ഞാലും നീ അടയ്ക്കുള്ള മെഡിക്കൽ ഷോപ്പ്